ശബരിമലയെ തകർക്കാൻ കേരളത്തിലെ CPM-കാർ ശ്രമിക്കുമ്പോൾ ഇതാ ഇന്ത്യയുടെ പ്രഥമ വനിത ഇടവമാസ പൂജ സമയത്ത് ശബരിമല സന്ദർശനം നടത്തുന്നു. എന്തുകൊണ്ടും ചരിത്ര പ്രാധാന്യമാണ്. ഇതിനു മുൻപ് പല പ്രഗത്ഭരും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ആ കാലയളവിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവ വികാസങ്ങളും അവിടുത്തെ വികസന കാര്യങ്ങളും നടന്നിട്ടുണ്ട്. VV ഗിരിയുടെ സന്ദർശന സമയത്താണ് ശബരിമലയിൽ ഡോളി ആദ്യമായി വരുന്നത്. VV ഗിരി ശബരിമല സന്ദർശിക്കാൻ വരുമ്പോൾ ദേവസ്വം ബോർഡുകാർക്കൊരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതമനുസരിച്ച് അദ്ദേഹത്തിന് കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണ് ഈ 2 വലിയ കമ്പെടുത്ത് അതൊരു കസേര വെച്ച് കെട്ടി. VV ഗിരിയും അദ്ദേഹത്തിനോടൊപ്പം മകൻ ശങ്കറും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല ശരീരപ്രകൃതമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇടയ്ക്ക് 2 ഇടത്ത് വെച്ച് ഈ ഡോളിയിൽ കയറി എന്നാണ് പറയുന്നത്, നീലിമലയിലും അപ്പാച്ചിമേട്ടിലും വെച്ച്. അന്നാണ് ശബരിമലയിൽ ഡോളി വരുന്നത്. അപ്പോൾ VV ഗിരിയുടെ സന്ദർശനം പ്രമാണിച്ചാണ്. പിന്നീട് ഇപ്പോൾ പമ്പയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോളി സ്റ്റാൻഡ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ മടിയിൽ കീശയ്ക്ക് കനമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ 4 പേർ കൂടി ചുമന്നുകൊണ്ട് പോകും. ഒരു 6000-7000 രൂപ വരെ ചെലവഴിക്കണം. അങ്ങോട്ട് പോകാം, ഇങ്ങോട്ടും വരാവുന്നതാണ്. പരമ്പരാഗതമായ വഴിയിലൂടെയാണോ രാഷ്ട്രപതി സന്ദർശനം നടത്താൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. എന്തായാലും കൊച്ചിയിൽ നിന്ന് ഒരുപക്ഷെ ഹെലികോപ്റ്റർ മാർഗം നിലയ്ക്കൽ ഇറങ്ങിയിട്ട് നിലയ്ക്കലിൽ നിന്ന് റോഡ് മാർഗം പമ്പയിലെത്തും, ചാലക്കയം വഴി. പണ്ട് ചാലക്കയം വരെ ഉണ്ടായിരുന്നുള്ളൂ ബസ് സർവീസ്. VV ഗിരിയുടെ സന്ദർശനാർത്ഥമാണ് പിന്നീട് ചാലക്കയത്ത് നിന്ന് പമ്പയിലേക്ക് റോഡ് സുഗമമാക്കി മാറ്റിയത്. ഇപ്പോൾ ശബരിമലയ്ക്കുള്ള എല്ലാ ബസ്സുകളുടെയും ബോർഡ് വയ്ക്കുന്നത് പമ്പ എന്ന് തന്നെയാണ്. പണ്ട് ചാലക്കയം എന്ന് മാത്രമായിരുന്നു. ഇപ്പോൾ ചാലക്കയം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പോകുന്ന പലർക്കും അറിഞ്ഞുകൂടാ എവിടെയാണ്. ചാലക്കയത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് പമ്പയിലേക്ക്. അപ്പോൾ പമ്പയിലെത്തുന്ന രാഷ്ട്രപതി അവിടെ നിന്ന് ഒരുപക്ഷെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഒരു വിഭാഗം ഭക്തർ അതിൽ പോകുന്നുണ്ട്. കൂടാതെ ശബരിമലയിൽ ഈ ചരക്ക് നീക്കം നടത്തുന്നത് അതുവഴിയാണ്, ട്രാക്ടർ വഴി. കൂടാതെ 2 ആംബുലൻസും അവിടെ അതുവഴി ഓടുന്നുണ്ട്. ജീപ്പാണത്. ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ആ വ്യക്തിയെ പമ്പയിലെത്തിച്ച് അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആംബുലൻസ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ചിലപ്പോൾ അത് ഉപയോഗിച്ചു എന്ന് വരാം. എന്തായാലും ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുള്ള സ്വാമി അയ്യപ്പൻ റോഡ് വരുന്നത് തന്നെ പണ്ട് P. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ അതിൽ നിന്ന് കിട്ടിയ കളക്ഷൻ മുഴുവൻ P. സുബ്രഹ്മണ്യം ഈ സ്വാമി അയ്യപ്പൻ റോഡ് വെട്ടാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ്. ഒരു തീർത്ഥാടന കാലത്ത് ഈ പമ്പയിൽ താൽക്കാലിക തിയേറ്റർ കെട്ടി അവിടെ സ്വാമി അയ്യപ്പൻ സിനിമ പ്രദർശിപ്പിച്ചു. അന്ന് ടിക്കറ്റ് നിരക്ക് 2 രൂപയായിരുന്നു. ആ പ്രോഫിറ്റ് മുഴുവൻ ദേവസ്വത്തിന് കൊടുത്തു. എന്നിട്ട് ഈ സ്വാമി അയ്യപ്പൻ റോഡിന് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ അല്പം ഒരു സുഗമമായ രീതിയിൽ പോകാൻ കഴിയും. ഇപ്പോൾ പരമ്പരാഗത വഴിയായ നീലിമലയോ അപ്പാച്ചിമേടും ഒക്കെ തന്നെ സുഗമമായ രീതിയിൽ തന്നെയാണ് പോകാൻ കഴിയുന്നത്. കുത്തനെ അല്പം കയറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വാമി അയ്യപ്പൻ റോഡിൽ വഴിയുമുണ്ട്. അത് റോഡ് മാർഗമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഒരു കാലത്ത് തമിഴ് നടനായ MN നമ്പ്യാർ ശബരിമല സന്ദർശനം നടത്തിയിരുന്നു. ഈ നമ്പ്യാരുടെ ശബരിമല സന്ദർശനത്തോടു കൂടിയാണ് ഈ തമിഴ്നാട്ടുകാർ അദ്ദേഹത്തിൽ നിന്ന് ഈ ശബരിമലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നുള്ളതിൻ്റെ തെളിവ് തന്നെയുണ്ട്. ശബരിമലയിൽ
ആദ്യത്തെ ഒരു ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് നമ്പ്യാർ സ്മാരകമാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് പാണ്ടിത്താവളത്തിലേക്കുള്ള വഴിയിൽ ആ പടി കയറുമ്പോൾ ഇടത് ഭാഗത്തായിട്ടാണ് ഈ നമ്പ്യാർ സ്മാരകം. ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ ഈ നമ്പ്യാർ സ്മാരകം അന്വേഷിച്ച് അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പ്രഗത്ഭ വ്യക്തികളുടെയും സന്ദർശനം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകും. ഇടയ്ക്ക് ഓർക്കണം, 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല സന്ദർശനം നടത്തി. ദർശന സായുജ്യം അടയാനല്ല, അദ്ദേഹത്തിന് വേറെ നീക്കമായിരുന്നു എന്നുള്ളത് നമ്മൾ പിൽക്കാലത്ത് മനസ്സിലാക്കി. ശ്രീകോവിലിൻ്റെ മുമ്പിൽ വരെ എത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിന്നെ മറ്റ് ധാരാളം ആൾക്കാരും ഒക്കെ തന്നെ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി ശബരിമല സന്ദർശനം നടത്തും എന്ന് പറഞ്ഞ് പലരും ഇടയ്ക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാരത് വേണ്ടത്ര അംഗീകരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം പോലുമായി മാറും എന്നുള്ളതാണ്. ശബരിമല എപ്പോഴും എല്ലാ കാലത്തും നിരവധി വിവാദങ്ങളെ അതിജീവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാ വിവാദങ്ങളെയും അതിജീവിക്കാൻ അതിന് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശബരിമലയുടെ ശ്രീകോവിൽ നിർമ്മാണം അത്തരത്തിലാണ്, വാസ്തുശാസ്ത്രം അത്തരത്തിലാണ്. പരശുരാമനാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരശുരാമന് അതിൻ്റെ കോൽ കണക്കൊക്കെ കൃത്യമാണ്. മാത്സിൽ അപാര തലയായിരുന്നു പരശുരാമൻ എന്നാണ് പറയുന്നത്. എന്തായാലും ശബരിമല ഇനിയിപ്പോൾ രാജ്യത്തെ പ്രഥമ വനിതയുടെ സന്ദർശനത്തോടുകൂടി ഒരുപക്ഷെ ഇന്ത്യക്കകം മുഴുവൻ, ഇന്ത്യക്കകം എല്ലായിടങ്ങളിലും അറിയാം, ഒന്നുകൂടെ പ്രശസ്തിയിലേക്ക് കടക്കാൻ പോകുകയാണ്. ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടക്കുന്നതിനുള്ള നിരവധി മാനദണ്ഡങ്ങൾ ഉണ്ടാകാം. ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. എല്ലാ ദിവസവും തുറന്നിരിക്കുന്നില്ല. ഒരു തീർത്ഥാടന കാലമുണ്ട്. ആ തീർത്ഥാടന കാലം എന്ന് പറയുന്നത് ഒരു 2 മാസം, ഒരു 60 ദിവസം കിട്ടും. അതുകൂടാതെ എല്ലാ മലയാള മാസവും ആദ്യത്തെ 5 ദിവസം, കൂടാതെ ഓണം, വിഷു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, പിന്നെ ഇടവമാസത്തിൽ പ്രതിഷ്ഠാദിനം, തുലാമാസത്തിൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ജന്മദിനം, അതാണ് ചിത്തിര ആട്ടത്തിരുനാൾ. അതൊക്കെ പ്രതിഷ്ഠാദിനത്തിനും ചിത്തിര ആട്ടത്തിരുനാളിനുമൊക്കെ ഒരു ദിവസം മാത്രമേ നട തുറന്നിരിക്കുകയുള്ളൂ. എന്തായാലും ഒരു ഇടവമാസ പൂജകൾ സമയത്താണ് നമ്മുടെ പ്രഥമ വനിതയുടെ ദ്രൗപദി മുർമുവിൻ്റെ ശബരിമല സന്ദർശനം വരുന്നത്. ചരിത്രത്തിൽ ഇടം നേടും എന്നുള്ളത് തന്നെ എടുത്തു പറയാവുന്ന കാര്യമാണ്.